ഹലോ. റൈസ് വിത്ത് ഷജി സെറ്റ് ഷജീസ് ഇൻസ്പയറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഒരു ഭർത്താവും ഭാര്യയും ഒരു മേശയ്ക്ക് ചുറ്റും ഇരിക്കുകയാണ്. മുന്നിൽ ഭക്ഷണമുണ്ട്, ചുറ്റും അവരുടെ പഴയ സന്തോഷകരമായ കുറെ ഫോട്ടോകളുണ്ട്. പക്ഷെ അവർ തമ്മിൽ സംസാരിക്കുന്നില്ല. ഒരിക്കൽ മണിക്കൂറുകളോളം സംസാരിച്ചു കൊണ്ടിരുന്ന രണ്ടുപേര് ഇന്ന് 5 മിനിറ്റ് പോലും സംസാരിക്കുന്നില്ല. അവർ അപരിചിതരായോ? അതെ, ഒരിക്കൽ പരസ്പരം ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളായിരുന്നവരാണ്. അപ്പോൾ എന്താണ് സംഭവിച്ചത്? സ്നേഹം ഇല്ലാതായോ? അതെ, അതോ സ്നേഹത്തേക്കാൾ മുമ്പ് മറ്റെന്തെങ്കിലും നഷ്ടപ്പെട്ടോ? ഇന്ന് നമുക്ക് നോക്കാം സ്നേഹമുണ്ടായിട്ടും ബന്ധങ്ങൾ തകരാനുള്ള പ്രധാനപ്പെട്ട 5 കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത്. അതിലും പ്രധാനമായി നമ്മുടെ ബന്ധം തകരുന്നതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ആശയവിനിമയം ഇല്ലാതാകുമ്പോൾ ഓർക്കുക പ്രിയപ്പെട്ടവരെ, ബന്ധങ്ങൾ തകരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നാണ് ഞാൻ പറഞ്ഞ ഈ കാരണം, ആശയവിനിമയം, കമ്മ്യൂണിക്കേഷൻ ഇല്ലാതാവുന്നത്. പക്ഷേ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് സംസാരിക്കുന്നത് മാത്രമല്ല. ഭക്ഷണം കഴിച്ചോ, കുട്ടികളെ സ്കൂളിൽ കൊണ്ടുപോയോ, ബില്ലടച്ചോ, ഇവയെല്ലാം സംസാരമാണ് അല്ലേ? എന്നാൽ യഥാർത്ഥ ആശയവിനിമയം എന്താണെന്നറിയോ? എനിക്ക് വേദനിച്ചു, എനിക്ക് നിന്നെ മിസ് ചെയ്യുന്നു, എനിക്ക് നിന്റെ പിന്തുണ വേണം, നിന്റെ സപ്പോർട്ട് വേണം, എന്നെ നീ വില കൽപ്പിക്കണം. ഇതാണ് ശക്തമായിട്ടുള്ള ആശയവിനിമയം. നമുക്ക് അനുവിന്റെയും രാഹുലിന്റെയും കഥ ഒന്ന് നോക്കിയാലോ? ഒരു ദിവസം അനു രാഹുലിനോട് പറഞ്ഞു, നിങ്ങൾക്കിപ്പോൾ എന്നോട് സംസാരിക്കാൻ പോലും സമയമില്ല. രാഹുൽ ഉടൻ മറുപടി പറഞ്ഞു, ഞാൻ ജോലി ചെയ്യുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? ഞാൻ ഇത്രയും കഷ്ടപ്പെടുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? നിങ്ങൾക്ക് വേണ്ടിയല്ലേ. അവിടെ ഒരു വലിയ തെറ്റിദ്ധാരണ ഉണ്ടായി. അനു പറഞ്ഞു, നിങ്ങൾ ശരിക്കുള്ളൊരു ഭർത്താവല്ല. അങ്ങനെ പറയാനാണ് അവൾക്ക് തോന്നിയെങ്കിലും അവൾ എന്താണ് പറഞ്ഞത്? എനിക്ക് നിങ്ങളെ വല്ലാതെ മിസ് ചെയ്യുന്നു. ചിലപ്പോൾ കോപത്തിന് പിന്നിലെ വേദനയുണ്ട്, പരാതിക്ക് പിന്നിലെ ഒരു ആവശ്യമുണ്ട്, മൗനത്തിന് പിന്നിലെ ഒരു ഭയമുണ്ട്. വാക്കുകൾ മാത്രമല്ല, വാക്കുകൾക്ക് പിന്നിലെ വികാരവും നിങ്ങൾ കേൾക്കാനായിട്ട് പഠിക്കുക. പരസ്പരം ടേക്ക് കെയർ ഗ്രാൻഡഡ് ചെയ്യുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ബന്ധത്തിന്റെ തുടക്കത്തിൽ നമ്മൾ ഒരു ചെറിയ കാര്യവും ശ്രദ്ധിക്കും. അവരുടെ ചിരി, അവരുടെ ശബ്ദം, ഒരു ചെറിയ മെസ്സേജ്, ഒരു ചെറിയ സഹായം. എന്നാൽ വർഷങ്ങൾ കഴിയുമ്പോൾ അവർ ചെയ്യുന്ന കാര്യങ്ങൾ കാണാതെ പോകുന്നു. അവർ ചെയ്യാൻ വിട്ടുപോയ കാര്യങ്ങൾ മാത്രം കാണാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നു. നിങ്ങൾ എല്ലാ ദിവസവും ഭക്ഷണം ഉണ്ടാക്കുന്നു, ആരും നന്ദി പറയുന്നില്ല. നിങ്ങൾ കുടുംബത്തിന് വേണ്ടിയിട്ട് കഠിനമായി ജോലി ചെയ്യുന്നു, ആരും അത് ശ്രദ്ധിക്കുന്നില്ല. നിങ്ങൾ കുട്ടികളെ നോക്കുന്നു, ആരും അത് വിലമതിക്കുന്നില്ല. പതിയെ രണ്ടുപേരിൽ ഒരാളുടെ മനസ്സിൽ ഒരു ചോദ്യം വരും, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒരു വിലയുമില്ലേ എന്ന ചോദ്യം. ബന്ധത്തിൽ ഏറ്റവും വില കുറഞ്ഞതും ഏറ്റവും വിലപ്പെട്ടതുമായ 2 വാക്കുകളുണ്ട്. ഒന്ന് നന്ദിയും മറ്റൊന്ന് ക്ഷമിക്കലുമാണ്. ഈഗോ സ്നേഹത്തേക്കാൾ വലുതാവുമ്പോൾ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം. അടുത്ത കാരണം എന്ന് പറയുന്നത് ഈഗോയാണ്. ഞാൻ എന്തിനാ ആദ്യം വിളിക്കണം? തെറ്റ് ചെയ്തത് അവരല്ലേ, അവരാണ് ആദ്യം ക്ഷമ ചോദിക്കേണ്ടത്. ഇങ്ങനെ രണ്ടുപേരും കാത്തിരിക്കും. 1 ദിവസം, 2 ദിവസം, ഒരാഴ്ച, പിന്നെ സംസാരിക്കുന്നത് ഒരു ശീലമാകും. നിങ്ങൾക്ക് വഴക്കിൽ ജയിക്കണോ അതോ ബന്ധത്തിൽ ജയിക്കണോ? എപ്പോഴും മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ആദ്യം ക്ഷമ ചോദിക്കുന്ന വ്യക്തി ദുർബലരായതുകൊണ്ടല്ല. ചിലപ്പോൾ ആ വ്യക്തി പറയുമായിരിക്കും, എനിക്ക് ഈഗോയേക്കാൾ പ്രധാനമാണ് ഈ ബന്ധം എന്ന് പറയുന്നത്. അടുത്തതായിട്ട് പറയാത്ത പ്രതീക്ഷകള്. 4ാമത്തെ കാരണം എന്ന് പറയുന്നത് പറയാത്ത എക്സ്പെക്ടേഷൻസ് ആണ്. നമ്മൾ പലപ്പോഴും കരുതും, അവർ എന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുവെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന എന്താണെന്ന് അവര് സ്വയം മനസ്സിലാക്കണം എന്നല്ലേ. പക്ഷെ നിങ്ങളുടെ മനസ്സ് വായിക്കാനായിട്ട് നിങ്ങളുടെ പാർട്ട്ണർക്ക് കഴിയില്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. അനുവിന് ഒരു ദിവസം വളരെ മോശമായിരുന്നു. രാഹുൽ വീട്ടിലെത്തിയപ്പോൾ ചോദിച്ചു, എല്ലാം ശരിയാണോ? അവൾ പറഞ്ഞു അതെ. പക്ഷേ അവളുടെ മനസ്സ് പറഞ്ഞത്, അല്ല, എനിക്ക് നിന്നെ വേണം, നിന്നോടൊപ്പം കുറച്ച് സമയം എനിക്ക് സ്പെൻഡ് ചെയ്യണം, എന്റെ കൂടെ കുറച്ച് സമയം നീ ഇരിക്കണം. ഇതൊക്കെയാണ് അവളുടെ മനസ്സ് പറഞ്ഞത്. പക്ഷെ അവൾ പുറത്തേക്ക് പറഞ്ഞത് യെസ്, എല്ലാം ശരിയാണ് എന്നാണ്. രാഹുൽ എന്ത് ചെയ്തു? അവൾ പറഞ്ഞത് അതുപോലെ വിശ്വസിച്ചു. അദ്ദേഹം മുറിയിലേക്ക് പോയി. അനു അന്നത്തെ ദിവസം കൂടുതൽ വേദനിച്ചു. കാരണം അവളുടെ മനസ്സിൽ വേറൊന്നായിരുന്നു, അവളുടെ എക്സ്പെക്ടേഷൻ വേറൊന്നായിരുന്നു. നിങ്ങളുടെ പങ്കാളിയോട് ഒരിക്കലും അവർ എഴുതാത്തൊരു പരീക്ഷയെക്കുറിച്ച് നിങ്ങൾ ചോദിക്കരുത്. അല്ലെങ്കിൽ അവർ അറിയാത്തൊരു പരീക്ഷ എഴുതാനായിട്ട് അവരോട് ആവശ്യപ്പെടരുത്. നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് നിങ്ങൾ വ്യക്തമായിട്ട് നിങ്ങൾ പറയുക.
അടുത്തൊരു കാര്യം, അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് റീസെന്റ്മെന്റ് ആണ്. അതായത് ഉള്ളിൽ അടിഞ്ഞുകൂടുന്ന വേദന. ഒരു വഴക്കുകൊണ്ട് സാധാരണമായിട്ട് ഒരു ബന്ധം തകരില്ല. എന്നാൽ പരിഹരിക്കാതെ വെച്ച നൂറുകണക്കിന് വേദനകൾ ഒരു ദിവസം അതൊരു വലിയ മതില് പണിയും. വേദന, മൗനം, തെറ്റിദ്ധാരണ, വിരോധം, പിന്നെ അകൽച്ച. ഓരോ ദിവസവും ഓരോ തവണയും സാരമില്ല എന്ന് നമ്മൾ പറയുമ്പോൾ, പക്ഷെ ഉള്ളിൽ സാരമുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ചെറിയ ഇഷ്ടിക വീതം വെച്ചിട്ട് ഒരു വൻ മതില് നിങ്ങൾ പണിയുകയാണ്. അവസാനം ഒരേ വീട്ടിൽ താമസിച്ചിട്ടും ഒരേ കിടക്കയിൽ ഉറങ്ങിയിട്ടും ഒരാളുടെ അടുത്ത് മറ്റൊരാൾക്ക് ഒറ്റപ്പെട്ടതായി തോന്നാം. ഇനി നമുക്ക് ബന്ധം എങ്ങനെ തിരികെ കൊണ്ടുവരാനായിട്ട് പറ്റുമെന്നുള്ളതിനെ കുറിച്ച് നോക്കാം. ഒന്നാമത്തെ കാര്യം, കുറ്റപ്പെടുത്താതെ സംസാരിക്കുക. നീ ഒരിക്കലും എന്നെ ശ്രദ്ധിക്കാറില്ല എന്ന് പറയുന്നതിന് പകരം, ഇടയ്ക്ക് എനിക്ക് ഒറ്റപ്പെട്ടതായി തോന്നുന്നു, നമുക്ക് കുറച്ച് സമയം ഒന്നിച്ചിരിക്കാം എന്ന് പറയുക. രണ്ടാമത്തെ കാര്യം, മറുപടി പറയാൻ വേണ്ടിയിട്ട് കേൾക്കരുത്. പങ്കാളി സംസാരിക്കുമ്പോൾ, നമ്മുടെ പാർട്ട്ണർ സംസാരിക്കുമ്പോൾ അടുത്ത മറുപടിയെക്കുറിച്ച് ആലോചിക്കാതെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കേൾക്കുക. മൂന്നാമത്തെ കാര്യം, ചെറിയ കാര്യങ്ങളിൽ പോലും അപ്രീഷിയേറ്റ് ചെയ്യുക. ഒരു നന്ദി, ഒരു ചെറിയ കോംപ്ലിമെന്റ്, ഒരു സ്നേഹപൂർവമായ മെസ്സേജ്, ചിലപ്പോൾ ഇതൊക്കെ ആ ബന്ധത്തിലെ വലിയ മാറ്റം ഉണ്ടാക്കും. നാലാമത്തെ കാര്യം, ഈഗോ മാറ്റിവെക്കുക. ഒരു തെറ്റിദ്ധാരണ ഒരു ദിവസത്തിനുള്ളിൽ പരിഹരിക്കാമെങ്കിൽ ഒരിക്കലും അത് ഒരു മാസത്തേക്ക് നിങ്ങൾ നീട്ടിവെക്കരുത്. അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് ക്വാളിറ്റി ടൈം. ഫോൺ മാറ്റിവെക്കുക, TV ഓഫ് ചെയ്യുക, പരസ്പരം മുഖത്തോട് മുഖം നോക്കി സംസാരിക്കുക, ഒരുമിച്ച് ചിരിക്കുക. നിങ്ങൾ എന്തിനാണ് ജീവിതം ഒരുമിച്ച് ആരംഭിച്ചതെന്ന് വീണ്ടും വീണ്ടും ഓർക്കുക. രാഹുലിന്റെയും അനുവിന്റെയും കഥ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഒടുവിൽ ഒരു ദിവസം അവർ ഇരുന്ന് സംസാരിക്കാൻ തീരുമാനിച്ചു. വഴക്കില്ല, കുറ്റപ്പെടുത്തലില്ല, ഫോണില്ല, രണ്ടുപേരും പരസ്പരം കേൾക്കാൻ മാത്രം തീരുമാനിച്ചു. രാഹുൽ പറഞ്ഞു, കുടുംബത്തിന് വേണ്ടി കഠിനമായി ജോലി ചെയ്യുന്നതാണ് ഞാൻ സ്നേഹം കാണിക്കുന്ന രീതി എന്ന് ഞാൻ കരുതി. പക്ഷേ നിനക്ക് എൻ്റെ സമയവും ആവശ്യമാണെന്ന് ഞാൻ മനസ്സിലാക്കിയില്ല. അപ്പോൾ അനു പറഞ്ഞു, ഞാൻ പരാതി പറയുന്നതിലൂടെ നീ എന്നെ മനസ്സിലാക്കുമെന്ന് ഞാൻ കരുതി. പക്ഷെ അത് എന്നിൽ നിന്നും നിന്നെ കൂടുതൽ അകറ്റുകയാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയില്ല. അവർ തിരിച്ചറിഞ്ഞു, അവർ പരസ്പരം ശത്രുക്കളായിരുന്നില്ല. അവർ തമ്മിൽ ഉണ്ടായിരുന്ന ഒരു തെറ്റിദ്ധാരണയോടായിരുന്നു അവരുടെ പോരാട്ടം എന്ന് പറയുന്നത്. നിങ്ങളൊരു ബന്ധത്തിലാണെങ്കിൽ അതിനൊരു പ്രതിസന്ധി വരുന്നത് വരെ നിങ്ങൾ കാത്തിരിക്കരുത്. ഇന്ന് തന്നെ നിങ്ങളുടെ പാർട്ട്ണറിനെ നോക്കൂ, അവർ പറയുന്നത് കേൾക്കൂ, നന്ദി പറയൂ, അതോടൊപ്പം തന്നെ സ്നേഹം പ്രകടിപ്പിക്കൂ. തെറ്റുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കൂ, സംസാരിക്കേണ്ട സമയത്ത് സംസാരിക്കൂ. കാരണം ചിലപ്പോൾ നമ്മൾ അന്വേഷിക്കുന്ന പുതിയ ഒരാൾ ആവശ്യമില്ലായിരിക്കാം. നമ്മൾക്കൊപ്പം തന്നെയുള്ള ഒരാളെ വീണ്ടും മനസ്സിലാക്കാൻ തുടങ്ങുകയാണ് വേണ്ടത്. സ്നേഹം മാത്രം പോരാ. സ്നേഹം വളരുന്നത് മനസ്സിലാക്കലിലൂടെയാണ്. സ്നേഹം വളരുന്നത് വിനിമയത്തിലൂടെയാണ്. സ്നേഹം വളരുന്നത് ബഹുമാനത്തിലൂടെയാണ്. സ്നേഹം വളരുന്നത് ക്ഷമിക്കലിലൂടെയാണ്. പരസ്പരം സ്നേഹിക്കാൻ മാത്രമല്ല നമ്മൾ മത്സരിക്കേണ്ടത്, പരസ്പരം മനസ്സിലാക്കാനായിട്ട് നമ്മൾ മത്സരിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ പേര് ഷജീല ഹലീമ. ഞാനൊരു മൈൻഡ് പവർ ട്രെയിനറാണ്, ഒരു ലൈഫ് കോച്ചാണ്, ബിസിനസ് കോച്ചാണ്, ചിൽഡ്രൻസ് കോച്ചാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ പേഴ്സണൽ സെഷൻ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ കൂടി നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ എനിക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, ഹാപ്പിനെസ് ആൻഡ് അബണ്ടൻസ് മെഗാ ഹബ്ബ്. ആ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരെ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക. ലൈഫിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു സക്സസ്സിലേക്ക് നിങ്ങളെ കൈപിടിച്ചുയർത്താൻ റൈസ് വിത്ത് ഷജീസ് എന്നും നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാകും. സ്റ്റേ ട്യൂൺ വിത്ത് റൈസ് വിത്ത് ഷജീസ് അറ്റ് ഷജീസ് ഇൻസ്പയർ. താങ്ക് യു.